അപ്പം അന്നേരം മാതാവേ എൻ്റെ കുഞ്ഞിനെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റണേന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതം പോലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ നേരത്ത് അതിൻ്റെ തലേ ദിവസം തന്നെ അവൻ നടന്നു തുടങ്ങി. അവനെ ഞങ്ങൾ പിടിക്കുന്നുണ്ട്, ചിലപ്പം കുറച്ചങ്ങ് നടക്കുമ്പോഴത്തേക്ക് അവൻ വീഴും, എങ്കിലും പിടിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിക്കഴിഞ്ഞ് അവനെ ഡ്രസ്സൊക്കെ മറിച്ച് അവൻ്റെ ഷൂസൊക്കെ ഇടിച്ച് ഞങ്ങൾ 2 കൈ പിടിച്ച് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതമായി. ഡോക്ടർ ഭയങ്കര ഹാപ്പിയായി. ഇത്ര പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് ഇത്രയും ആൾ റിക്കവർ ആയെന്ന് ചോദിച്ചു. എങ്കിലും അവൻ്റെ കൈയൊന്നും പ്രോപ്പറായിട്ടില്ലായിരുന്നു. എങ്കിൽ പിന്നെയും അമ്മ എല്ലാ ദിവസവും എൻ്റെ നെറ്റിയിൽ തൈലം തൂക്കുമായിരുന്നു. ചൊവ്വാഴ്ചകളിലെ പ്രാർത്ഥന, ഇവിടുത്തെ ആരാധന കൂടി. അങ്ങനെ ഇപ്പം ഇന്ന് ജൂൺ 4-ാം തീയതി എൻ്റെ കോമയിലായി കിടന്ന എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത എൻ്റെ കുഞ്ഞാണ് ഇപ്പോൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നത്. ഒരു മിറാക്കുലസ് റിക്കവറിയാണ്. ഞാൻ വിശ്വാസത്തോടു കൂടി ഉടമ്പടി തൈലവും കാശുരൂപവും സാക്ഷ്യങ്ങൾ എഴുതിയ പത്രവും ഓൺലൈൻ സാക്ഷി, അങ്ങനെ ഞാൻ എന്തൊക്കെ കൃപാസനത്തിൻ്റെ കാര്യങ്ങൾ വെറുത്തിരുന്നോ അതെല്ലാം ഞാൻ വിശ്വാസത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞാണ്, ആ വയ്യാതായ കുഞ്ഞാണ് ഇവിടെ നിൽക്കുന്നത്. 3 മാസം എന്ന് പറഞ്ഞ സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ മാസം 23 ആകുമ്പം അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, പതുക്കെ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ.